നമുക്ക് വേണ്ടി ജീവൻ പോലും വെടിയാൻ നിൽക്കുന്നവരാണ് ഇന്ത്യൻ സൈന്യം. സൈന്യത്തിനകത്ത് ജാതി, മതം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് വരെ പുറത്തു വന്നിട്ടുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം സൈന്യത്തെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതായത് സൈന്യത്തെ നിയന്ത്രിക്കുന്നത് 10% ആളുകളാണ് എന്നാണ് പറയുന്നത്. അവിടെയും ജാതിയെ വച്ചിട്ടാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം എന്ന് പറയുന്നത്. എന്തിനാണ് രാഹുൽ ഗാന്ധി മറ്റു രാജ്യങ്ങളിൽ പോയി ഇന്ത്യ അപമാനിക്കുന്നു, ഒപ്പം ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ കാവൽക്കാരായ സൈന്യത്തെയും അപമാനിക്കുന്നത്? അതിനകത്ത് ഇന്ത്യയെ അപമാനിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ലക്ഷ്യം. ഇന്ന് അറിയാതൊന്നും പറയുന്നതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പറയാം. നേരത്തെ ഈ പറയും സൗന്ദര്യ മത്സരത്തിനകത്ത് സാധാരണക്കാർ എന്തോ പറയുന്നത് പാവം പിടിച്ചവരെ പറയുന്നത് പോലെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് വരുന്നില്ല? ഇത് കേട്ടതൊന്നും ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന മത്സരമോ സൗന്ദര്യ മത്സരമോ മനസ്സിലായി, ഓരോ ഏജൻസിയൊക്കെ നടത്തുന്നതാണ്. ഇത് ഈ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? അതിനകത്ത് സൗന്ദര്യമുള്ളവരെ അവർ അല്ലെങ്കിൽ ആ മത്സരത്തിനകത്ത് വെളിയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നൊന്നുമല്ല. മത്സരത്തിനകത്ത് ഇതുപോലെ കാശ് മുടക്കി ഈ പറയുന്ന ആൾക്കാർ വരുന്നു, മത്സരിക്കുന്നു. അതിനകത്ത് ഇതിനെക്കാട്ടി സുന്ദരിമാരൊക്കെ വെളിയിൽ കാണും. അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വെളിയിൽ പോകുന്നു. അപ്പോൾ ഇത് വിവരക്കേടിന് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ദേശീയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആ പുള്ളി. എന്നാലും വിവരക്കേടൊന്നും അല്ല, അജണ്ടയുണ്ട് ഇതിനകത്ത്. ബീഹാറിൽ ഇദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അജണ്ടയുടെ ഭാഗമാണ്, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഇപ്പം വളരെ കൃത്യമായിട്ട് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പൊളിറ്റിക്സ് തന്നെ പറയണം. ഇത് വ്യക്തത വരുത്തി പറയാമെന്ന് പറയും. ഇസ്ലാമിസ്റ്റുകളുടെ SDP-യുടെ നമുക്കറിയാവുന്ന ഇപ്പോൾ കേരളത്തിൽ ഉള്ള നാട്ടുകാർക്കറിയാവുന്ന PFI-യുടെ ഒക്കെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവരുടെ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ദളിതൻ പ്ലസ് മുസ്ലിങ്ങൾ. മനസ്സിലായില്ലേ? 68% 70% വോട്ടിനകത്ത് ദളിതനുണ്ട്. ആ ദളിതന്റെ കൂടെ ഇവിടുത്തെ മുസ്ലിമും കൂടെ ഒന്നിച്ചാൽ ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കും. ഈ ദളിതനെ തെറ്റിദ്ധരിപ്പിച്ച് അവൻ്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നു, അവന് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അവനെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തെറ്റിദ്ധരിപ്പിച്ച് അവനെ കൂടെ നിർത്തിയാൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരവസ്ഥയിൽ, അങ്ങനെ അധികാരത്തിൽ വന്നാൽ ആ അധികാരത്തിൻ്റെ മുകളിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ മതമൂല്യവാദികൾക്ക് വരാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ശ്രമമാണ്. അപ്പം അത് പൊളിച്ചു അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്തു. അപ്പം ഈ ഒരു മുദ്രാവാക്യം തന്നെ ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് രാഹുൽ ഗാന്ധി. മനസ്സിലാവുന്നത്? രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ കൃത്യമായിട്ട് ഈ നേരത്തെ ഒളിച്ചു കടത്താൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്ന ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതുകൊണ്ടാണ് രാമജന്മഭൂമി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ടില്ലല്ലോ, കുംഭമേളയ്ക്ക് അയാൾ പോയിട്ടുണ്ടോ? ഇതിനെല്ലാം പുള്ളി വിമർശിക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം ഇവിടെ വന്ന് അകത്ത് നമ്മൾ നോക്കിയാൽ മതി, ഇദ്ദേഹം ഈ ദളിതന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും അവസാനം ഇന്ത്യയുടെ ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടുള്ള ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു ജാതിയും ഒരു മതവും ഇല്ലാത്ത ഒരിടത്ത് സൈന്യത്തിനകത്ത് ആ ജാതി കൊണ്ടിട്ടത്. അവിടെ ദളിതനുണ്ടോ? അതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതാണ് അതിദളിതരുടെ ഏറ്റവും കൂടുതൽ ഈ പട്ടികജാതിക്കാരൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒക്കെ ഉള്ള ഒരു പ്രദേശമാണല്ലോ ബീഹാർ. മുസ്ലിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ. അവിടെ തന്നെ ഞാനീ പറഞ്ഞ പൊളിറ്റിക്സ്, മുസ്ലിങ്ങളുടെ ആനുകൂല്യം കിട്ടാൻ, കൂടുതൽ സ്വാധീനം കിട്ടാൻ, അവിടെ ഹിന്ദുക്കൾ ഉണ്ടായിട്ട് പോലും ഈ ദളിതനകത്ത് ഹിന്ദുക്കളുടെ എണ്ണം കൂടുതലുള്ളപ്പോൾ പോലും അവിടെ ദേവിയെ ആക്ഷേപിക്കുന്ന ചണ്ഡി പൂജയ്ക്കകത്ത് അതിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞില്ലേ? അതിപ്പം BJP എടുത്ത് വെച്ച് പ്രചരണം നടത്തിയില്ലേ? അപ്പം ഇതിനകത്ത് അവിടുത്തെ ഈ പറയുന്ന പ്രചരണത്തിനകത്ത് പോലും കൃത്യമായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ കൃത്യമായ പൊളിറ്റിക്സിൽ കൂടെ ആൾക്കാരെ ഉരുത്തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം, അതിനെ വിട്ടൊരു പൊളിറ്റിക്സ് ഇല്ല. അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു പൊളിറ്റിക്സുമായിട്ടാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി പോകുന്നത്. അത് ഞാനീ പറയുമ്പം ഈ ആൾക്കാർ വിചാരിക്കും ആ പൊളിറ്റിക്സ് അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മതി, അല്ലെങ്കിൽ ഭരണം അല്ലെങ്കിൽ വേണ്ട, അല്ല മണ്ടനാവുകയല്ലേ ഉള്ളൂ. ഇപ്പം ഈ പറയുന്ന ഇതിനകത്ത് ജാതി പറഞ്ഞ് ഈ സൈന്യത്തിനകത്ത് ജാതി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് പറയുമ്പം ഇദ്ദേഹം ജാതി പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് അതിനെ മറുപടി പറയുന്നുണ്ട് BJP. ഇപ്പം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്,
അതുപോലെ തന്നെ അദ്ദേഹം ഈ പറയുന്ന ഈ ചണ്ഡി പൂജയ്ക്ക് എതിരെ സംസാരിച്ചപ്പോൾ, അവിടെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അതിനെക്കാട്ടി വലിയ ബുദ്ധിമാനുമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കാട്ടി വലിയ അവർക്ക് വേണ്ടി പ്രചരണം നടത്തുകയും അവർക്ക് റോഡുണ്ടാക്കി കൊടുക്കുകയും അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് ഈ പറയുന്നത് പോലെ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതിന് മോദി ശ്രദ്ധിക്കുന്നത്. മോദി കഴിഞ്ഞ ദിവസം ഒരു പ്രചരണം നടത്തി. മോദി എല്ലാവരും കണ്ട് മോദി ഒരു ഷാൾട്ട് ഇങ്ങനെ വീശുന്നു. വളരെ കൂടുതൽ ആൾക്കാരിരിക്കും ഷാൾട്ടുങ്ങൾ. എല്ലാവരും ഷാളൊക്കെ ഇട്ട് വീശിട്ടില്ല നേതാക്കന്മാർ. ആ ഷാളെന്ന് പറയുന്നത് ബീഹാറിലെ സാധാരണക്കാരൻ്റെ വൈകാരികമായിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ ദിനചര്യയുടെ ഭാഗമായിട്ടുള്ള, അവൻ നെയ്തെടുക്കുന്ന, അവൻ്റെ തോളയിൽ കിടക്കുന്ന ഷാളാണ്. അതിൻ്റെ പേര് ഗംജ. ഈ ഗംജയാ വീശി. ഗംജ ഈ പാടത്ത് പണി ഇറക്കുന്നതിന്, ആൾക്കാരെ ഇറക്കുന്നതിന് വേണ്ടി കൃഷി, അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടല്ലോ പാടത്ത് ഒത്തിരി ഇറങ്ങുമ്പോൾ അവർ സിഗ്നൽ കൊടുക്കും. നമ്മൾ ഈ അലാറം കൊടുക്കുന്നല്ലോ രാവിലെ ഇറങ്ങുന്നതിന് ഇത് വീശി കാണിക്കും ഉച്ചയ്ക്ക്. അപ്പോൾ അത്രയ്ക്ക് വൈകാരികമായിട്ടുള്ള അവരുടെ ജോലിയെ ബാധിക്കുന്ന, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ളൊരു ഷാളാണ് അദ്ദേഹം. അപ്പം ഈ രീതിയിലൊക്കെ വൈകാരികമായിട്ട് സാധാരണക്കാരൻ്റെ ഇടയിലേക്ക്, അവൻ്റെ ജീവിതത്തിലേക്ക്. കഴിഞ്ഞ സത്യത്തിൻ്റെ വേറൊരു പ്രചരണമുണ്ട്. നിങ്ങളെന്തിനീ പഴയതുപോലെ ഈ പറയുന്നത് പോലെ നിങ്ങൾ ദളിതനാണെന്നും നിങ്ങൾ സാധാരണക്കാരനാണെന്നും അല്ലെങ്കിൽ അധികൃതനാണെന്നും ഒക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വീണ്ടും ഇരുണ്ട യുഗത്തിലേക്ക് പോകുന്നത്? ആ ഇരുണ്ട യുഗത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ റാന്തൽ വിളക്കിൻ്റെ ആ യുഗത്തിലേക്ക് വീണ്ടും നടന്നു പോകരുത്. നിങ്ങൾ മൊബൈൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ നോക്കി, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, അത് പുതിയൊരു യുഗത്തിലേക്ക്, അതിൻ്റെ വെട്ടത്തിലേക്ക് പോകും. അത് കഴിഞ്ഞ സംഭവം അദ്ദേഹത്തിൻ്റെ പ്രചരണവും അദ്ദേഹത്തിൻ്റെ രീതികൾ, അതായത് പരിശോധിക്കൂ നിങ്ങൾ എവിടെയാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? നാളെക്കാലത്തെ ഒരു പുതിയ യുഗത്തിലേക്ക്, ഒരു ലോകം നടന്നു നിൽക്കുന്ന യുഗത്തിലേക്ക് ബീഹാറിലെ സാധാരണക്കാരനെ എത്തിക്കണമെങ്കിൽ ഈ ബീഹാർ കൊള്ളയടിക്കുന്ന, അല്ലെങ്കിൽ കൊള്ളയടിച്ചിട്ടുള്ള ഈ 2 രാജകുമാരുടെ ഭാഗമായിട്ട് നിന്നാൽ മതിയോ എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പം മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ തിരിച്ചു ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് എന്തോ വിദ്യാഭ്യാസം, നളന്ദ യൂണിവേഴ്സിറ്റിയെ പോലും അപേക്ഷിക്കുന്നത് എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. മോദി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം കൃത്യതയ്ക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പുള്ളി അപ്പോൾ പുള്ളി ഗംജായിട്ട് കറക്കിയപ്പം മറ്റേമാരുടെ കൂടെ മാറ്റിച്ചാടി, മീനും കടിച്ചു പിടിച്ച് മേപ്പോട്ട് വന്നു. സാധാരണക്കാരൻ്റെ എന്ന് പറഞ്ഞ് ഇന്നലെ അതുപോലെ സൈന്യത്തെ മൊത്തം ആക്ഷേപിച്ചു. നേരത്തെ ഈ സൈന്യത്തെ ആക്ഷേപിച്ചപ്പോൾ അറിയാമല്ലോ, കോടതി പ്രതി പറഞ്ഞ ചെറുക്കാൻ നീ പറയുന്നതൊക്കെ തെറ്റാ, ആവശ്യമില്ലാതെ സൈന്യത്തെ. അതിനകത്ത് ഒരു സൈനികൻ തന്നെ നേരത്തെ നമ്മുടെ ഈ സിന്ദൂരുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ വിഷയം അല്ല, പിടിച്ചെടക്ക് ബന്ധപ്പെട്ടൊരു കേസ് വന്നിട്ട് കോടതി വിളിച്ച് കോടതി വിളിച്ച് എന്ന് ശാസിക്കുക, ആരെങ്കിലും കോൺഗ്രസ്സുകാരെ വെച്ച് ജാമ്യം എടുക്കുക, പിന്നെയും ശാസിക്കുക, കോടതി വെച്ച് ജാമ്യം എടുക്കുക. മനസ്സിലാവുന്നു, ഇദ്ദേഹത്തിൻ്റെ പരിപാടി. ഇപ്പം ഇവിടെ ഇത് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും സൈന്യത്തിൻ്റെ കാര്യത്തിനകത്ത് പറഞ്ഞു. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇപ്പം ഏതാണ്ട് ഒരു ട്രോള് പറഞ്ഞില്ല, ഇപ്പം ട്രോള് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ പറഞ്ഞു. എന്തോ നായർ സാബ് എന്ന് പറയുമ്പോ ഇയാളുടെ വിചാരം സൈന്യത്തിൽ മുഴുവൻ നായന്മാരാണ്, ബ്രിഗേഡിയർ എന്ന് പറയുമ്പോ ബ്രാഹ്മണന്മാരാണ്. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പട്ടായ പോകുന്ന ഈ രാഹുൽ ഗാന്ധിക്ക് ഇത് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാർ പോലും ഇതിനൊരു അഭിപ്രായം പറഞ്ഞ് രാഹുൽ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല. എങ്ങനെ വരാൻ പറ്റും? ഇയാള് പറഞ്ഞത് ശരിയാണെന്നും പറയാൻ പറ്റത്തില്ല, ശരിയല്ലെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ശരിയല്ലെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വെളിയിൽ പോകും, ശരിയാണെന്ന് പറഞ്ഞാൽ നാട്ടുകാരല്ലേ കൊല്ലും. എന്ത് വാലയിലെ പുലിയുടെ വാലയെ പിടിച്ചോണ്ടായി രാഹുൽ ഗാന്ധി. കോൺഗ്രസ്സുകാരുടെ അവസ്ഥ പുലിയുടെ വാലയെ പിടിക്കുന്ന അവസ്ഥയാണ് രാഹുൽ ഗാന്ധിയുടെ പുറകെ. മനസ്സിലായി? പുലിയുടെ വാലയെ പിടിച്ചാൽ വാലയെന്ന് വിട്ടാൽ പുലി കടിച്ചു കൊല്ലും, വിട്ടില്ല വീട്ടിൽ പോകാനൊക്കത്തില്ല എന്ന് പറഞ്ഞ ഈ രാഹുൽ ഗാന്ധിയുടെ ഇയാൾ പറഞ്ഞത് തെറ്റാന്ന് പറയാനൊക്കോ? പണ്ട് രാജാവിനെ ഉൾപ്പിടിച്ച പോലെ ശരിയാന്ന് പറയാനൊക്കോ? ഇങ്ങനെ തലയാട്ടത്തേ ഉള്ളൂ കോൺഗ്രസ്സുകാരെ. അപ്പം ശരിയല്ല, നിങ്ങനെ തലയാട്ടിയല്ലേ. രാഹുൽ ഗാന്ധി നോക്കുമ്പോൾ ശരിയാണ്, നാട്ടുകാർ നോക്കുമ്പോൾ ശരിയല്ല. അപ്പം എല്ലാം അതേ അവസ്ഥയാണ്. അപ്പം ഏതായാലും ഈ വലിയ മനുഷ്യനെ കൊണ്ട് ഇന്ത്യ മഹാരാജ്യം വലഞ്ഞു. എന്തു പറയുമ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവല്ലേ ഇപ്പം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോയിച്ച നെഹ്റുവിൻ്റെ കൊച്ചു മോനല്ലയോ, രാഹുൽ ഗാന്ധിയുടെ മകനല്ലയോ, സോണിയാഗാന്ധിയുടെ മോനല്ലയോ. അപ്പം നാളെ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ നിൽക്കുന്ന ആളല്ലേ. മാത്രമല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവല്ലേ. ഇയാൾ പറയുന്നത് ലോകം മൊത്തം കേൾക്കുമല്ലോ. അപ്പം ഇത് നമുക്കൊരു നാണക്കേടാല്ല. പ്രതിപക്ഷ നേതാവ് ലോകത്ത് വേറെ ഒരു രാജ്യത്തും ഒന്നുമില്ല, ലോകത്തൊന്നുമില്ല ഇതുപോലുള്ള പ്രതിപക്ഷ നേതാവ്. ഇന്ത്യ മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യക്ക് ഒരു അലങ്കാരം കേട്ടോ. എന്തുമായാലും ഇത്രയൊക്കെ പുരോഗതിയിലേക്ക് പോകുമ്പോഴും ഇന്ത്യ ലോകരാജ്യം ഉറ്റുനോക്കുമ്പോഴും ആ ലോകരാജ്യത്തിനകത്ത് ആൾക്കാർ കണ്ണു കിട്ടാതിരിക്കാൻ ശരിയായിരിക്കും. കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിപക്ഷ നേതാവും ഇന്ന് 12 മണിക്ക് എന്തോ പുള്ളി ബോംബ് പൊട്ടിക്കുന്നുണ്ട്. നേരത്തെ ഒരു ഹൈഡ്രജൻ ബോംബും പിന്നെ ഒരു ആറ്റം ബോംബും പൊട്ടിച്ച്, വേറെ ഇപ്പോഴത്തെ ബോംബിന്റെ പേര് പോലും
പോലും അറിയത്തില്ല, ബോംബുണ്ടെന്നാ പറയുന്നത്. 12 മണിക്ക് നാളെ ഇലക്ഷന് മുമ്പ് പുള്ളി ഈ വോട്ട് ചോരി യാത്രയ്ക്ക് ശേഷം കൊള്ളയുണ്ടല്ലോ, ഇതിനകത്ത് നടന്ന കൊള്ള വീണ്ടും കണ്ടുപിടിച്ച് ഇന്ന് പൊട്ടിക്കുമെന്നാ പറഞ്ഞ്. ഇനി എന്താ ഉൾട്ട അടിക്കാതിരുന്ന കൊള്ള എന്തായാലും പൊട്ടിക്കും പുള്ളി 12 മണിക്ക്. വാർത്താ സമ്മേളനം 9 മണിക്ക് ഉണ്ടായിരുന്ന വാർത്താ സമ്മേളനം 12 മണിക്കാണ് വെച്ചിരിക്കുന്നത്. എഴുതി കൊടുത്തവരെ കൊണ്ട് കൊടുത്തു കാണത്തില്ല. അന്നും ഇതിനെപ്പറ്റി ഒന്നും ഒരു ബോധവും ഇല്ലല്ലോ, അല്ലെങ്കിൽ ബോധക്കേട് വിളിച്ചു പറയത്തില്ല. ഏതായാലും ഈ ഇദ്ദേഹം ഈ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇദ്ദേഹം സൈന്യത്തെ പറഞ്ഞു പണി മേടിച്ചു, മോദി ഗംജ കറക്കി ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഏതായാലും നാളെയാണ് ഇലക്ഷൻ, 2 ഘട്ടമായിട്ട് നടക്കും. ഇലക്ഷൻ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഇതിന്റെ റിസൾട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നവംബർ 14 അറിയാം. നവംബർ 14. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.